ഗഫൂർക്ക നമ്മളെ ഷഹബാസ്കായുമായിട്ട് വലിയ തരത്തിലുള്ള അടുപ്പമുള്ള ആളാണ്. ഒരു ഗുരു ശിഷ്യ ബന്ധം. അതെ, ഷഹബാസ്ക ഈ പാട്ടിന്റെ വഴിയിലേക്ക് അല്ലെങ്കിൽ ഗസലിന്റെ വഴിയിലേക്ക് ഇപ്പൊ മലയാള സിനിമയിലാണെങ്കിലും വലിയ രീതിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സിംഗർ. ആളുടെ പാട്ടുകൾക്ക് കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ ആളുമായിട്ടുള്ള ഒരു ബന്ധം ഷഹബാസ്ക എപ്പോഴും ഞാൻ ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഗുരുവാണ് ഗഫൂർക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. ആ ബന്ധത്തിനെ കുറിച്ചിട്ട് ഷഹബാസ് പിന്നെ മലപ്പുറത്താണ്, പിന്നെ കുന്നുമലാണ് അവന്റെ വീട്, ഞങ്ങളെ താഴെയാണ്. അപ്പൊ ആ കാലഘട്ടത്തില് മലപ്പുറത്ത് റിംഗോ സ്റ്റാർ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. അപ്പൊ ആ ക്ലബില് അന്ന് ഞാൻ അവിടെ മ്യൂസിക് ക്ലാസ് എടുക്കുന്നത്. വളരെ അപ്പോ അന്ന് ഈ ഷഹബാസ് അവിടെ പിന്നെ വരാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇവൻ ഇങ്ങനെ വാതിലിന്റെ അവിടെ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വാതിലിന്റെ അവിടെ നിന്നപ്പോ ഞാൻ ചോദിക്കാൻ വന്നിട്ട്, എന്താ എനിക്ക് പിന്നെ പഠിക്കണോ? പുറത്ത് നിൽക്കുന്ന ഷഹബാസ്കാരോട് ചോദിക്കണം പഠിക്കണോ? അപ്പൊ അവനെ ഭയങ്കര ഇതില് അന്ന് തുടങ്ങി ബന്ധാണ്. അതായത് നിന്നിരുന്ന ഒരാളെ അകത്തേക്ക് കൊണ്ടുവരാണ് ഈ ലോകത്തോട് അങ്ങോട്ട് ചോദിക്കാണ്. കാരണം ഇൻട്രസ്റ്റ് കൊണ്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾക്കൊരു സ്ഥലത്ത് നമ്മൾ ഇരിക്കുമ്പോ നമ്മള് ആ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെങ്കിൽ അവിടെ ഇരിക്കൂലല്ലോ. അപ്പൊ അങ്ങനെ കണ്ടപ്പോ വെറുതെ ചോദിച്ചാണ് വിമർശിക്കാൻ അവിടെ ഇരിക്കണത്, അല്ലെങ്കിൽ നമുക്ക് അതിനോടുള്ള താല്പര്യം. ചോദിച്ചപ്പോ അത് ഭയങ്കരമായിട്ട് ഓനത് കാത്തുക്ക എന്റെ ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് അവിടുന്നാണ് തുടങ്ങിയതാണ്. അല്ല അതവൻ പറയാറുണ്ടല്ലോ. അല്ല ഉണ്ട് ആള് ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് ഞാൻ വായിച്ച. പിന്നെ അപ്പൊ അന്ന് ഇവരൊക്കെ എന്റെ ഒപ്പം തന്നെ ആയിരിക്കും. ഈ റിംഗോ സ്റ്റാർ ക്ലബില് പിന്നെ ഈ സതീശന്, രവി, മുസ്തഫ, ബഷീർക്ക, പെരുമള്ളി ബഷീർക്ക, ഞങ്ങളൊക്കെ ഒരു ഗ്യാങ് ആണ്. അപ്പൊ ഇവരൊക്കെ തന്നെയാണ് ഒപ്പം ഉണ്ടാകാറ്. അപ്പൊ അന്നൊക്കെ ക്ലാസ് എടുക്കണതും പിന്നെ എന്താ പറയാ വൈകിട്ടാകുമ്പോ എല്ലാരും എത്തും. എല്ലാരും പിള്ളേരാണ്. അങ്ങനെ അവര് പിന്നെ അവിടെ അങ്ങനെ ഒരു സ്കൂളായിട്ടല്ലായിരുന്നു. നമ്മൾ ആ ക്ലബില് ഉള്ള പിന്നെ ഈ മെമ്പേഴ്സിന് മാത്രം ക്ലാസ് എടുക്കാന്നുള്ളതാണ്. കാരണം അവിടെ ആദ്യത്തെ പിന്നെ നമ്മളൊക്കെ ഗുരു പറഞ്ഞത് പിന്നെ അസീസ് ഭായ്, അതുപോലെ തന്നെ ബാപ്പുവാജിയാർ. ബാപ്പുവാജിന്റെ പെട്ടി നിന്നാണ് നമ്മളൊക്കെ പഠിക്കണത്. അപ്പൊ ബാപ്പുവാജി നമ്മൾ ചെറുതായിന്ന് ബാപ്പുവാജിയാണ് നമുക്ക് പാട്ടിന് പെട്ടി വായിച്ചത്. പക്ഷെ നമ്മൾ പിന്നെ എന്താ പറയാ എനിക്ക് പിന്നെ ഷാസാർ എന്റെ ഗുരുവാണ്. തിരൂർ ഷാ വിൻസെന്റ് മാഷ. അപ്പോ പിന്നെ വരുന്നൊക്കെ ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ കഴിഞ്ഞ് ഏകദേശം നമ്മളൊക്കെ പ്ലേയിങ് തുടങ്ങിയപ്പോ ഈ ബാപ്പുജിയാണ് അന്നത്തെ അവിടുത്തെ വലിയ ഹാർമോണിസ്റ്റ് അവിടെ ക്ലബിലെ പ്രായമുള്ള ആളാ. പക്ഷെ നമുക്ക് മൂപ്പരോട് ഇന്നൊരു ബഹുമാനം വെച്ചാൽ മൂപ്പരത് മനസ്സിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അതുവരെ ക്ലബിലൊക്കെ വൈകിട്ടാണ് എല്ലാവരും കൂടുക. അപ്പൊ നമ്മള് ഇവരൊക്കെ ഉണ്ടാകുമ്പോ പിന്നെ നമ്മള് കുട്ടികളല്ലേ, നമ്മളൊന്നും. പക്ഷെ പിന്നീട് നമ്മളുടെ ഈ പിന്നെ ഈ ഇത് കണ്ടിട്ട് അദ്ദേഹത്തിന് സ്വയം തോന്നി. അപ്പൊ അദ്ദേഹം അന്നൊക്കെ മഗ്‌രിബിന് ശേഷമായിരുന്നു വന്നിരുന്നത് എല്ലാരും കൂടി മെഹഫില് കൂടാൻ വേണ്ടി. അപ്പോ പിന്നീട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വന്ന് ഏകദേശം നമ്മൾ വായനൊക്കെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ പുള്ളി അത് മനസ്സിലാക്കിയിട്ട് പിന്നെ പുള്ളി അതിന്റെ കുറച്ച് മുമ്പ് വരും. എന്നിട്ട് മൂപ്പര് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് മൂപ്പര് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ട് ഒന്ന് ഹരാക്കിയിട്ട് മൂപ്പരതായുള്ള കുറച്ച് ഇതുണ്ട്, മജീദ് കബലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അവര് പിന്നെ നമ്മൾ വരുന്നത്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഒരിക്കൽ ഞാനും ബഷീർക്കും കൂടി ചെല്ലുമ്പോൾ പിന്നെ അവിടെ ഒരു ABM ഹോട്ടലുണ്ട്. ഷഹബാസ് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്, അവിടെ ചായ ഉണ്ടല്ലോ, ആ പിന്നെ ഹോട്ടലിന് ഞാനും ബഷീർക്കും കൂടി ചായ കുടിക്കാം. ബഷീർ പെരുമ്പള്ളി ബഷീർ വേറെ സാക്സോഫോൺ വായിക്കുന്ന ആളാണ്. അപ്പം ഞങ്ങൾ കാണുമ്പോൾ അവിടെ പിന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. രണ്ടാളും മജീദ് ഖാറിന്റെ തബല വായിക്കണം, ബഷീർ ഖാന്റെ ജ്യേഷ്ഠൻ. ഓല് രണ്ടാളുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഓല് ഞങ്ങൾ വായിച്ചു പാടും. അപ്പോ ഞങ്ങള് ഇങ്ങനെ പിന്നെ കേറി ചെന്ന് പാടെ ഇപ്പൊ നല്ല മൂഡില്ല. ബാപ്പുജി പിട്ട് വായിക്കുമ്പോൾ ഭയങ്കര മുപ്പരയിലാണ്ട് ലയിച്ചു പോകും, നല്ലൊരിതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഞങ്ങൾ കണ്ടോട് കൂടിയിട്ട് മൂപ്പര് അതാണ് നിർത്തിയിട്ട് വരും എന്നൊക്കെ. പക്ഷെ അപ്പോഴാണ് നമുക്ക് സത്യത്തില് പിന്നെ
നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം വെച്ചാൽ അപ്പൊ ഇതുവരെ സംഭവിച്ചത് അത് തന്നെയായിരുന്നു. കാരണം നമ്മള് മുപ്പർക്ക് സ്വയം മനസ്സിലായി ഇനി ഇവര് വരുമ്പോ നമ്മൾ മാറിക്കൊടുക്കണം. ബാപ്പുജിനോടൊക്കെയുള്ള ഏറ്റവും വലിയൊരു ബഹുമാനം അതാണ്. കാരണം മൂപ്പര് അത് കണ്ട പിന്നെ മൂപ്പര് ഇങ്ങോട്ട് ഇരിക്കണം പറയും, എന്നിട്ട് മൂപ്പര് അവിടെ ഇരുന്നിട്ട് ആസ്വദിക്കാം. അപ്പൊ അന്നവിടെ എല്ലാരും ഉണ്ടാവും അവിടെ.